ഹായ് ഫ്രണ്ട്സ്, ക്യൂൻസ് വ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം. കോളിഫ്ലവർ കൊണ്ടുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കോളിഫ്ലവറിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിയ കോളിഫ്ലവർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ അരഭാഗം വെള്ളം എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളാക്കിയ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം എടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പപാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി വാർന്നതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാലയിലിടാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 നാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാനായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയുമായി നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനായി ഇരുമ്പ് ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചായി ഇട്ട് കൊടുക്കാം. പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.
അപ്പം നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.